ഹലോ ഹലോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോപ്പ് മേക്കിംഗ്. ഇത് സോപ്പ് 1 കിലോ ബേസിൽ ഉണ്ടാക്കിയ സോപ്പാണ് നിങ്ങൾ കാണുന്നത്. സോപ്പ് നമുക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡബിൾ ഫ്രെയിമിൽ വയ്ക്കണം. ആദ്യമായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിന് വെള്ളം കൊടുത്ത് അതിനകത്ത് ബേസ് കട്ട് ചെയ്തിട്ട് അതിന് ബേസ് വയ്ക്കണം. ഇതിന് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് രാമച്ച വേര്, മഞ്ഞൾ, റെഡ് സാൻഡൽ വുഡ് ഇതെല്ലാം പൊടിച്ച മിശ്രിതം റോസ് വാട്ടറിലാണ് ഞാൻ മിക്സ് ചെയ്ത് നേരത്തെ വച്ചിരുന്നു. അത് അതിൻ്റെ വീഡിയോ എടുത്തിരുന്ന് കാണിക്കാൻ സാധിച്ചില്ല. അത് വീഡിയോ കട്ടായിപ്പോയി. അടുത്ത് സോപ്പിൻ്റെ ബേസ് നല്ല മെൽറ്റായി തീർന്നു. അതിന് ശേഷം അതിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റെഡ് സാൻഡൽവുഡ് ചേർത്തത്. അത് മെൽറ്റായി കഴിഞ്ഞു. അതിലേക്ക് ഇനി അല്പം കളർ കൂട്ടി ആണ് ചെയ്തത്. അടുത്ത് നാരങ്ങയുടെ നീരാണ്. നാരങ്ങ തോലോട് ചേർത്ത് അരച്ച് അതിൻ്റെ ചാറ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്താണ് അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. അല്പം കൂടുതലാണ് ഉപയോഗിച്ചത്. ഇത് നല്ലൊരു ശരീരത്തിൻ്റെ ദുർഗന്ധം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സോപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അത് സോപ്പിൻ്റെ പേര് റെഡ് സാൻഡൽവുഡ് എന്നാണ് പേര്. റെഡ് സാൻഡൽ എന്നാണ് സോപ്പിൻ്റെ പേരിട്ടിരിക്കുന്നത്. ആ മെൽറ്റായ സോപ്പ് ബേസിലേക്ക് സ്വീറ്റ് ഗ്ലിസറിൻ ബേസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എങ്കിലും ഗ്ലിസറിൻ നമ്മുടെ ശരീരത്തിന് സ്കിന്നിനൊക്കെ നല്ലതാണ്, അഴുക്ക് പോകാൻ നല്ലതാണ്. അതുകൊണ്ട് ഗ്ലിസറിൻ നമ്മൾ വേണമെങ്കിൽ ചേർത്താൽ മതി. 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. 1/2 കിലോ ബേസാണ് ഞാനിതിപ്പോൾ മെൽറ്റായിരിക്കുന്നത്. അതിലേക്ക് മെൽറ്റായി കഴിഞ്ഞു. അതിലേക്ക് ആൽമണ്ട് ഓയിൽ കൂടെ ചേർക്കുകയാണ്. ആൽമണ്ട് ഓയിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ശരീരത്തിന് ഓൺലൈനായിട്ട് ഇത് വരുത്തിയതാണ്. നല്ല മണവുമുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് ആൽമണ്ട് ഓയിൽ. സോപ്പിലൂടെ ചേർക്കാതെ അല്ലാതെ തനിയെ തലയിൽ തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ്. നല്ല മുടിക്കൊക്കെ നല്ല ഗ്ലൈസിങ് കിട്ടും. നല്ല ശരീരത്തിനൊക്കെ നല്ല നിറം കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല ഓയിലാണ് ആൽമണ്ട് ഓയിൽ. നല്ല ഗുണമുള്ളതാണ്. പിന്നെ ഇതിൽ ആൽമണ്ട് ഓയിലെല്ലാം ഉപയോഗിച്ച് നമ്മൾ സോപ്പിൽ ഉപയോഗിച്ചപ്പോൾ മണം ഉണ്ടോയെന്ന് നോക്കിയതാണ്. മണം അല്പം കുറവാണ്. എങ്കിലും നമുക്ക് ഈ മണം മതിയായിരുന്നു. എങ്കിലും അല്പം ഞാൻ ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അല്പം മണം കൂടുതലുള്ളത് നല്ലതാണ്. അതുകൊണ്ട് സ്മെല്ല് അല്പം കൂടുതൽ ചേർക്കുന്നതാണ്. അത് സ്മെല്ല് ചേർക്കണമെങ്കിൽ നമുക്ക് ഈ ബേസ് നല്ലവണ്ണം തണുത്താലേ അത് സ്മെല്ല് ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തണുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കണം. വൈറ്റമിൻ ഇ ഉള്ളിൽ കുടിക്കേണ്ടതല്ല. ഇത് നമുക്ക് പുറമേ നല്ലതാണ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇതിലേക്കുണ്ട്. അതിന് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട്. അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല സ്കിന്നിനൊക്കെ നല്ലതാണ്. നല്ല സ്കിന്നൊക്കെ നല്ലവണ്ണം ഗ്ലൈസിങ് കിട്ടുന്നതിന് നല്ലതാണ്. അടുത്തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ. മണത്തിന് വേണ്ടി 1 ടീസ്പൂൺ ഓയിൽ ഉപയോഗിച്ചു. ആ സമയത്ത് തന്നെ ബേസ് ആറുന്നതിന് മുമ്പ് മോൾഡെല്ലാം ഞാൻ ശരിയാക്കി വെച്ചു. അതിലേക്ക് ഞാൻ ഒഴിച്ചപ്പോൾ 1/2 കിലോ ബേസിന് 6 സോപ്പ് കിട്ടി. അടുത്ത രണ്ടാമതൊരു മോൾഡ് ഞാൻ ശരിയാക്കി വെച്ചിരിക്കുന്നത് 6 സോപ്പിൻ്റെ
ശരിയാക്കി വെച്ചിരിക്കുന്നത്. അത് മുൾട്ടാന മുൾട്ടി സോപ്പാണ്. അത് മുൾട്ടാന മുൾട്ടി പൗഡർ, അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മണൽ കല്ലാണ് പൊടിച്ചത് പൗഡറായിട്ട് വരുന്നത്. ബബിൾസ്, ഇതിലുള്ള ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബബിൾസ് ഇല്ല എങ്കിലും അത് അതിന് മുൾട്ടാനി മുൾട്ടി പൗഡറും കസ്തൂരി മഞ്ഞൾ, റെഡ് മഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ ഇതിന് ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളും മുൾട്ടാനി മുൾട്ടി പൗഡറും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഗ്ലിസറിനും വൈറ്റമിൻ ഇ എല്ലാം കൂടെ ചേർത്താണ് ആ മുൾട്ടാന മുൾട്ടി പൗഡർ കൂടെ ചേർത്ത്, റോസ് വാട്ടറിലാണ് മുൾട്ടാന മുൾട്ടി പൗഡർ മിക്സ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മെൽറ്റ് ചെയ്ത് സോപ്പാക്കി മോൾഡിൽ ഒഴിച്ച് സെറ്റായി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഇളക്കി മോൾഡിൽ നിന്ന് ഇളക്കി കവർ പാക്ക് ചെയ്യണം. പാക്കിങ് ചെയ്യുന്നതിന് ലൈസൻസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്, MSME സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കറൊന്നും അടിച്ചിട്ടില്ല, പെട്ടെന്നായതുകൊണ്ട് സ്റ്റിക്കറൊന്നും അടിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത് ഇറക്കുന്ന സോപ്പ്, അടുത്ത ബാച്ച് സോപ്പ്, അങ്ങനെ 12 സോപ്പ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. 12 സോപ്പിൽ ഒരു സോപ്പ് വന്നിട്ട് കുറച്ചേ ഉള്ളൂ, ഒരു 75 ഗ്രാം വരും. മറ്റ് സോപ്പുകളെല്ലാം അതാ ഞാനിപ്പോൾ എടുത്ത ഈ സോപ്പ് 75 ഗ്രാം വരും. ബാക്കി 11 സോപ്പും 100 ഗ്രാമിൻ്റെ സോപ്പാണ്. 11 സോപ്പും 100 ഗ്രാമിൻ്റെ നല്ല വലിപ്പമുള്ള 100 ഗ്രാമിൻ്റെ സോപ്പാണ്. ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഭാഗത്താണ് സ്റ്റിക്കർ ഒട്ടേണ്ടത്. പതയുണ്ട്. നമ്മൾ പത കൂടുന്നതിന് വേണ്ടി വേറെ സാധനങ്ങളൊക്കെ ചേർക്കേണ്ടി വരും. പക്ഷേ അത് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ കെമിക്കൽ കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു.